ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് വന്നത് ഇത് കണ്ടോ, ഞാനൊരു മേക്കപ്പ് ഒന്നും ചെയ്തില്ല, കിച്ചണിൽ നിന്ന് ഓടി വന്നതാണ്. കിച്ചണിൽ പണിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് എനിക്ക് മനസ്സ് വിഷമിച്ചിട്ട് ഞാനിങ്ങനെ ഒരു കാര്യം നിങ്ങളുമായിട്ട് കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ അവരാണ്. ഒരു റിയാക്ടിങ് വീഡിയോ പോലെ തന്നെയാണിത്, ഷോർട്സ് പോലെ ആണിത്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നടന്ന വലിയൊരു സംഭവം അല്ലേ, നമ്മുടെ കുഞ്ഞുമേറ്റി കല്യാണി എന്ന് പറഞ്ഞ കുട്ടി ക്രൂരപീഡനത്തിനിരയായി. അതിനുശേഷം അവളുടെ അമ്മ അവളെ ഒന്നും അറിയാത്ത പിഞ്ചു പൈതലിനെ പുഴയിൽ എറിഞ്ഞു കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇതിനൊക്കെ ഉത്തരവാദി ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവളും ഈ കൊച്ചിൻ്റെ അമ്മയും അതേപോലെ അവളെ പീഡിപ്പിച്ച ഭർത്താവിൻ്റെ അനിയനും തെറ്റ് ചെയ്തതിന് തുല്യ പങ്കാണ് അവർക്ക് രണ്ടുപേർക്കുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതൊരു വശം നിൽക്കട്ടെ. പക്ഷേ ഇതിനൊക്കെ പുറകിലുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് ഇന്നത്തെ ആണുങ്ങൾ ഈ രീതിയിലേക്ക് പോകുന്നു, എന്തുകൊണ്ട് ഇന്നത്തെ പെണ്ണുങ്ങൾ ഈ രീതിയിലേക്ക് പോകുന്നു എന്നുള്ള ചിന്ത നമ്മൾ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇന്ന് ഒരൊറ്റ പെൺകുട്ടികൾക്കും ആണുങ്ങളെ കല്യാണം കഴിക്കുന്നില്ല. അവർക്ക് ഫ്രീ ആയിട്ട് നടക്കണം, ഫ്രീ ബേർഡ്സ് ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കണം, ഉല്ലസിക്കണം. അതുപോലെ ആണുങ്ങൾക്ക് കിട്ടിയ പെണ്ണ് എങ്ങനെയായിരിക്കും അവരെ ഒരു പല വിധത്തിലുള്ള ചീത്ത സ്വഭാവം കൊടുമയായിരിക്കും എന്ന് കരുതി പെണ്ണുങ്ങളെ തടയുന്ന ആണുങ്ങൾ. അപ്പോൾ പെണ്ണുങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അവർക്ക് ഒരു കുടുംബജീവിതത്തിന് പ്രാധാന്യം എന്താണെന്നോ, ആ കുടുംബത്തിൽ എന്താണ് അതിൻ്റെ പവിത്രത എന്താണെന്നോ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനെപ്പറ്റി ആരും ഈ ആചാര്യന്മാരോ മത നേതാക്കന്മാരോ മറ്റുള്ളവരോ ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുനിയുന്നില്ല. എൻ്റെ ചിന്തയിലേക്ക് വന്നതാണ് ഇതൊക്കെ. സത്യം അതൊക്കെ അല്ലേ. കുറച്ചൊന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈ മയക്കുമരുന്ന് അടിമയായി അവരെ പോലീസ് പിടിച്ച് തല്ലുന്ന പാവം കുഞ്ഞുങ്ങൾ. ഞാനിങ്ങനെ ആലോചിക്കുക, അവർ ഭക്ഷണം പോലും കഴിക്കാൻ അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം പോലും കിട്ടാത്തൊരു ശരീരം പോലെയൊക്കെ അവരുടെ ശരീരം എല്ല് പിടിച്ച കുട്ടികൾ, മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെയാണ് ഈ മയക്കുമരുന്ന് കടത്തൊക്കെ ആയിട്ട് അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട്. ഈ ലോകത്തിൽ അവർക്ക് വീട്ടിൽ നിന്ന് കെയറിങ് കിട്ടുന്നില്ല, ഒരു സ്നേഹം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല, മറ്റുള്ളവരുടെ അവഗണന എല്ലാം കിട്ടുന്ന കുട്ടികളാണ് ഈ വഴിയിലേക്ക് പോകുന്നത് ഞാൻ പറയും. അതുപോലെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, കുഞ്ഞുമക്കളെ ഇത്തരം തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ തന്നെ പീഡിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ മനസ്സിൽ എത്രമാത്രം ചീത്ത വികാരങ്ങൾ. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിച്ച്, യുവതീവാക്കളോടാണ് എനിക്കെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത്, വിവാഹം എല്ലാത്തിനും നിങ്ങൾക്കൊരു തീരുമാനം തരുന്നതല്ലേ, നിങ്ങൾ അതിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ ചെറിയ ഇഷ്ടമൊക്കെ മറ്റുള്ളവർ തോന്നും, എന്നാലും അടിസ്ഥാനപരമായിട്ടൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ നമുക്കതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയില്ലേ? ഒരാണിനൊരു പെണ്ണെ ആവശ്യം തോന്നുകയാണെങ്കിൽ അവർക്ക് തമ്മിൽ സത്യം പറയാൻ എല്ലാം ഈ ചീത്ത പടങ്ങൾ കണ്ടിട്ടാണ് ഇന്നത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇതിലേക്കൊക്കെ തിരിയുന്നത്. സോഷ്യൽ മീഡിയ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. അതിനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന പെണ്ണുങ്ങൾ, ഇവരെയൊക്കെയല്ലേ നിയന്ത്രിക്കേണ്ടത്? സത്യം അതല്ലേ? എല്ലാത്തിനും ഈ പുരുഷന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ വഴിവിട്ട് പോകുന്ന മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അഭിപ്രായം പറയണേ.